ഉള്ളവരെ, നമ്മുടെ അവധിക്കാലം മെയ് 31 കൂടി അവസാനിക്കുകയാണ്. ജൂൺ 1 പുതിയ അക്കാദമിക് വർഷം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ്-19 പ്രതിരോധ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നേരിട്ട് സ്കൂളിൽ വന്ന്, അധ്യാപകർക്ക് നേരിട്ട് സ്കൂളിൽ വന്ന് പഠനം തുടരാൻ ബുദ്ധിമുട്ടാണ് എന്ന്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെ അക്കാദമിക് വർഷം മുന്നോട്ട് പോകും എന്ന ആശങ്ക പലർക്കും ഉണ്ടാകും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെയും അക്കാദമിക് ദിനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതികൾ ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വിജയത്തിനും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ജൂൺ 1 ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. 1 മുതൽ 12 വരെയുള്ള +1 ഒഴികെ ക്ലാസ്സുകൾക്ക് പഠനം ആരംഭിക്കും. അതായത് അവർ 1ാമത്തെ പാഠം പഠിക്കാൻ തുടങ്ങും. ആദ്യത്തെ 7 ദിവസങ്ങൾ ഒരു ട്രയൽ എന്ന രീതിയിൽ എന്തൊക്കെയാണ് പ്രതിബന്ധങ്ങൾ എന്ന് അറിയാൻ വേണ്ടി, എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഈ ആഴ്ച എല്ലാവരും സഹകരിച്ച് എന്തെല്ലാം കുറവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, ഏതെല്ലാം കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം. ഇത് വാസ്തവത്തിലൊരു ജനകീയ അന്വേഷണമാണ്. ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈൻ പഠനം നമ്മൾ നടത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി എന്ന് വരില്ല. അതുകൊണ്ട് അവിടെയും നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമുണ്ട്. നമ്മുടെ ആവാസ വ്യവസ്ഥയിലുള്ള കൊച്ചുകുട്ടികൾക്ക് ഈ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ, പരിമിതികളുണ്ടോ? എല്ലാവരും അവനവൻ്റെ ഗ്രാമത്തിൽ ഇക്കാര്യം അന്വേഷിക്കണമേ. ഇത് വലിയ ഒരു പരീക്ഷണത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിട്ട് തന്നെ കാണണം. അങ്ങനെ പരീക്ഷകൾക്ക് ശേഷമുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും സംശയങ്ങൾ ഉണ്ടാവാം. അതെല്ലാം ദൂരീകരിക്കണം. ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ വീട്ടിലിരുന്നും പഠിക്കാം. ഇതാണ് അതിൻ്റെ സങ്കല്പം. ക്ലാസ്സുകളെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനമാണോ? അല്ല. അധ്യാപകരെ അവഗണിച്ചുകൊണ്ടുള്ള പഠന രീതിയാണോ? അല്ല. മറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നിച്ചു ചേരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് ക്ലാസ്സുകൾ കേൾക്കുക, ആ ക്ലാസ്സുകൾക്ക് അധ്യാപകർ പിന്തുണ നൽകുക, അങ്ങനെ ഒരു പുതിയ ജനകീയ തലം ക്ലാസ്സുകൾക്കുണ്ടാക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ച് ആ തരത്തിൽ ഈ സമൂഹത്തിൽ അത് വിജയിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അവനവൻ്റെ കുട്ടിയെയും തൊട്ടടുത്ത കുട്ടിയെയും ശ്രദ്ധിക്കണം. അവർക്ക് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് സ്വയം ആലോചിക്കണം, കൂട്ടായി ആലോചിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ എടുക്കുന്നുണ്ട് എന്ന് ഇതിനകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്
എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ആ ശ്രമം തുടർന്ന് ഉണ്ടാവണം. എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത്? ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് ഒരു സമയത്ത് ഒരു ക്ലാസ്സിലെ കുട്ടി മാത്രമേ ഈ ക്ലാസ്സിൽ വരേണ്ടതുള്ളൂ, അതായത് ഓൺലൈൻ ക്ലാസ്സിൽ വരേണ്ടതുള്ളൂ. ഓൺലൈൻ ക്ലാസ് കുട്ടിക്ക് കിട്ടാൻ ഒന്നുകിൽ അവരുടെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. പക്ഷെ അതിൽ ഏറ്റവും നല്ലത് നല്ല പോലെ കാണാൻ പറ്റുന്നൊരു TV ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബിഗ് ടെസ്റ്റ് ചാനൽ വഴിയാണ് ഈ പ്രക്ഷേപണം നടത്തുന്നത്. അതുകൊണ്ടൊരു TV നമുക്കുണ്ടെങ്കിൽ നല്ല സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ ഈ ക്ലാസ് കാണാം. ഒരു പരമാവധി പേർക്ക് TV ഉപയോഗിക്കാൻ പറ്റണം. നമുക്ക് 2 ആഴ്ച കൊണ്ട് എല്ലാവരും ചേർന്ന് എവിടെയൊക്കെ കിട്ടിയിട്ടില്ല, അത് കാണുന്നില്ല എന്ന് മനസ്സിലാക്കി അവരിലേക്ക് എല്ലാം എത്തിക്കാൻ ശ്രമം നടത്താം. വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മുന്നിലുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കുട്ടികൾക്കും TV-യിലൂടെ ക്ലാസ് കാണാൻ കഴിയണം. നമ്മുടെ ആഗ്രഹം അതാണ്, നമ്മുടെ ലക്ഷ്യവും അതാണ്. അങ്ങനെ വരുമ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ് തുടങ്ങും. ഉദാഹരണം, തിങ്കളാഴ്ച 8:30 മണിക്ക് ആദ്യത്തെ ക്ലാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആമുഖത്തോടു കൂടിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ആ ക്ലാസ് +2 ക്ലാസ്സിലെ കുട്ടികൾ മാത്രം കേട്ടാൽ മതി. അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്, അവരുടെ ഒന്നാമത്തെ പാഠമാണ്. അപ്പോൾ TV-യുടെ മുന്നിൽ അവർ മാത്രമേ ഉള്ളൂ, +2 ക്ലാസ്സിലെ കുട്ടികൾ മാത്രം. അങ്ങനെ അവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ചില പാഠങ്ങൾ അധ്യാപകർ എടുക്കും. അതിനുശേഷം അവർ TV-ക്ക് മുമ്പിൽ ഇരിക്കണ്ട. അടുത്ത ക്ലാസ് 1-ാം ക്ലാസ്സാണ്. 1-ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ 10:30 മണിക്ക് ബിഗ് ടെസ്റ്റ് ചാനൽ കാണാൻ TV-ക്ക് മുമ്പിൽ വരണം. അവരൊറ്റയ്ക്ക് വന്നാൽ പോരാ, അച്ഛനും അമ്മയും കുട്ടിയോടൊപ്പം ഉണ്ടാവണം ആദ്യത്തെ ദിവസമെങ്കിലും. അങ്ങനെ എന്താണ് ക്ലാസ്, എങ്ങനെയാണ് ഓൺലൈൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കുട്ടിയെ എങ്ങനെയാണ് ഒരുക്കേണ്ടത്, ഇതൊക്കെ അവരും തിരിച്ചറിയണം. അതുകൊണ്ട് അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കൊച്ചുകുട്ടിയും ചേട്ടനും ചേച്ചിയും അനിയത്തിയും ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം TV-ക്ക് മുമ്പിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എങ്ങനെയാണ് പഠനം പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കുട്ടി മാത്രം ഉണ്ടായാലും മതി. തുടർന്ന് 10-ാം ക്ലാസ് വരികയാണ്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ കുട്ടി മാത്രം ആ സ്ക്രീനിന് മുമ്പിൽ ഇരുന്നാൽ മതി. ഞാൻ ഓരോന്നും പറയുന്നില്ല, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്ലാസ്സിലെ കുട്ടി ഒരു നിശ്ചിത സമയത്ത് മാത്രം TV-യുടെ മുമ്പിൽ വന്ന് ഇരുന്നാൽ മതി. ഇതിങ്ങനെ പറയാൻ കാരണം, ഒരു വീട്ടിൽ 2-3 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ക്ലാസ് കേൾക്കും എന്ന സംശയം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആർക്കും സംശയം വേണ്ട, എല്ലാവർക്കും ഈ ക്ലാസ് കാണാൻ കഴിയും. അങ്ങനെ ക്ലാസ് എടുത്തു, നമ്മൾ ക്ലാസ് കേട്ടു. ക്ലാസ് കേട്ടപ്പോൾ ഒരു സംശയം, അത് തന്നെയാണോ പറഞ്ഞത്, ഇങ്ങനെ തന്നെയാണോ കേട്ടത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, ചില സംശയങ്ങളുണ്ടാവും. ബിഗ് ടെസ്റ്റ് ചാനലിൽ അതിന് റിപ്പീറ്റ് ഉണ്ട്. രാത്രി കേൾക്കാം, വീണ്ടും ശനിയാഴ്ച കേൾക്കാം, ഞായറാഴ്ച കേൾക്കാം, വീണ്ടും വീണ്ടും ആ ക്ലാസ് കേൾക്കാം. ഇങ്ങനെ 2 ആഴ്ച ആദ്യത്തെ ആഴ്ചയിൽ എടുക്കുന്ന ക്ലാസ് ആവർത്തിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചരിത്രത്തിൽ ആദ്യമായി ഒരു പഠന രീതി നമ്മൾ കൊണ്ടുവരുമ്പോൾ ആർക്കും അത് നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും ക്ലാസ് നിങ്ങളെ കാണിച്ചു തരുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ക്ലാസ്സിന് മുന്നിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ ഭയപ്പെടേണ്ട, വീണ്ടും അത് കാണാൻ പറ്റും. അങ്ങനെ ഓരോ കുട്ടികളും അവരുടെ ടൈം ടേബിൾ തിരിച്ചറിയണം. അച്ഛനമ്മമാരും കുട്ടികളുടെ മക്കളുടെ ടൈം ടേബിൾ മനസ്സിലാക്കി ആ സമയത്ത് TV-യുടെ മുന്നിൽ കൊണ്ടുപോകും, അവരെ ഇരുത്തുക. ചില പ്രദേശങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ TV വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു.
ചെറിയ വീടുകളുമൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ശബ്ദങ്ങളോ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കളി ശബ്ദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ പ്രദേശത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളിലോ ഒരു വായനശാലയിലോ ഒരു പൊതു ടി വി ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 1, 2, 3 കുട്ടികൾ മാത്രമേ ഒരു സമയത്തുണ്ടാവുള്ളൂ. അവിടെ ഇരുന്ന് സ്വസ്ഥമായി അവർക്ക് ആ ക്ലാസ് കേൾക്കാം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീട്ടിലിരുന്നും കേൾക്കാം. അങ്ങനെ പൊതു സംവിധാനങ്ങളും വ്യക്തിക്ക് ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങളും ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ക്ലാസ് എടുത്തു. ഇനി എന്താ? അധ്യാപകർ ഈ ക്ലാസ് കേൾക്കണം. അവർ സ്കൂളിൽ വരണമെന്നില്ല. ഇപ്പം മറ്റേ ഹോളിഡേയ്സ് അവസാനിക്കുകയാണ് 31-ാം തീയതി. അതുകൊണ്ട് 1-ാം തീയതി മുതൽ അധ്യാപകർ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുകയാണ്. അവർ വീട്ടിലിരുന്ന് ക്ലാസ് കേൾക്കും. അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അധ്യാപകരുടെ ചുമതല ഈ ക്ലാസ്സിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ ക്ലാസ്സിൽ ഇപ്പോൾ കുറച്ച് കുട്ടികളുണ്ടോ, 10-30 കുട്ടികളുണ്ടാവാം. കുട്ടികളും ക്ലാസ് കേട്ടിട്ടുണ്ടാവും, അധ്യാപികയും അല്ലെങ്കിൽ അധ്യാപകനും ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കേട്ട കുട്ടികളുടെ സംശയങ്ങൾ, കേട്ട കുട്ടികൾ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ആ ടീച്ചർ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിലൂടെ അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക. തൊട്ടടുത്താണെങ്കിൽ അവരെ കാണുക. ചുരുക്കത്തിൽ ഈ കേട്ട ക്ലാസ്സുകളുടെ പിന്തുടർച്ച ഉണ്ടാവണം. അത് അധ്യാപകരാണ് ചെയ്യേണ്ടത്. അതിനൊപ്പം നിൽക്കാൻ മാതാപിതാക്കൾക്കും കഴിയും. അവർക്ക് വീണ്ടും വീണ്ടും ഈ ക്ലാസ് കേൾക്കാം. അപ്പോൾ അധ്യാപകർ ഫോളോ അപ്പ് നടത്തുന്നത് ശരിയല്ലേ എന്ന് നോക്കാം. പോരെ എന്നുള്ളത് അവർക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. അവർക്ക് ഫോളോ ചെയ്യണമെങ്കിൽ വീണ്ടും ക്ലാസ് കേൾക്കാം. തുടർന്ന് വായിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാം. അങ്ങനെ നാം ക്ലാസ്സിൽ ഒന്നിച്ചല്ല ഇരിക്കുന്നത് എങ്കിൽ പോലും ഒരു ആവാസ വ്യവസ്ഥയിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ചുരുക്കത്തിൽ ഒരു ക്ലാസ്, അതിൻ്റെ സജീവത, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്നിച്ചിരിക്കുക, അധ്യാപകൻ വരിക, ക്ലാസ് എടുക്കുക, അതിൻ്റെ ഒരു സജീവത എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ആ സജീവത അതുപോലെ പറ്റില്ല എങ്കിലും ആ ക്ലാസ് ആ ആവാസ വ്യവസ്ഥയിൽ പല വീടുകളിലായി മനസ്സിൽ കണ്ട് ഒരു ആവാസ വ്യവസ്ഥയുടെ സജീവത മറ്റൊന്ന് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. ഒരു അനുഭവമാകണം, പുതിയൊരു അനുഭവം. കുട്ടികൾക്ക് കുറെ കൂടി ജീവിതാനുഭവമായിട്ട് ബന്ധിപ്പിക്കാൻ എളുപ്പമാണ്. ഒരു പൂവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും പൂവ് പുതിയതായി ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടിക്ക് വീട്ടിൽ ഉടൻ തന്നെ ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ മുറ്റത്ത് പല പൂക്കളും കാണാൻ കഴിയും. അത് അവനൊരു പ്രാക്ടീസായി കൊടുത്തുകൊണ്ട് പൂവിൻ്റെ ലോകത്തേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ അധ്യാപകന് കഴിയും, അച്ഛനമ്മയ്ക്കും കഴിയും. അപ്പം അങ്ങനെ ഒരു ഫോളോ അപ്പ് നടത്തണം. ഇത്തരത്തിൽ ഓരോ പാഠങ്ങളും വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഒരു തിരക്കും വേണ്ട. ഒന്നാമത്തെ പാഠം ഓൺലൈനായിട്ട് നല്ലതുപോലെ പഠിച്ചു എന്ന് ഉറപ്പായിട്ടേ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകൂ. എല്ലാവർക്കും തൃപ്തിയാണ്. കുട്ടിക്ക് മാത്രം പോരാ, അച്ഛനമ്മയ്ക്കും തൃപ്തി ഉണ്ടാവും, അധ്യാപകർക്ക് തൃപ്തി ഉണ്ടാവും. SSK കുട്ടികൾക്ക് വേണ്ടി വർക്ക്ഷീറ്റുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആ വർക്ക്ഷീറ്റ് കുട്ടിയുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മറ്റൊരു അക്കാദമിക് അനുഭവം കൂടി ഉണ്ടാവും. SCRTയും കൈറ്റും SITയും SSKയും ഈ പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ചയ്ക്കായി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അധ്യാപകരെ അറിയിക്കാൻ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കും. എങ്ങനെയെല്ലാം ഈ ക്ലാസ്സുകളെ പിന്തുടരാം. അങ്ങനെ പുതിയൊരു അനുഭവം കേരളത്തിൽ ഉണ്ടാവണം. അത് കേരളത്തിൻ്റെ തനിമയായി മാറണം. ജനകീയ വിദ്യാഭ്യാസത്തിന് പുതിയൊരു ജനകീയ തലം. അങ്ങനെ ഓരോ ക്ലാസ്സിലും യഥാർത്ഥത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചുരുക്കത്തിൽ കൊറോണ
പ്രതിരോധ ഘട്ടത്തിൽ അക്കാദമിക് നഷ്ടങ്ങളൊന്നും കൂടാതെ പുതിയൊരു അക്കാദമിക് തലത്തിലേക്ക് കുട്ടിയെ ഉയർത്താൻ നമുക്ക് പറ്റും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനുവേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പദ്ധതികൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിലേക്ക് നമ്മുടെ മക്കളെ ഉയർത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല തവണ പറയുന്നത് നമ്മൾ കേട്ടതാണ്. നമുക്ക് പ്രാവർത്തികമാക്കണം. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ഇടപെടാം. ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നമുക്ക് പറ്റും എന്ന് മനസ്സിന് ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ വിജയം. പ്രതിസന്ധി ഉണ്ടാവും, ഭയപ്പെടരുത്. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ശ്രദ്ധ വേണം. ഇതെല്ലാം ചെയ്യുമ്പോഴും കോവിഡ് പ്രതിരോധത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സെൽഫ് ക്വാറന്റൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹോം ക്വാറന്റൈൻ കേട്ടിട്ടുണ്ട്, റൂം ക്വാറന്റൈൻ കേട്ടിട്ടുണ്ട്. കൊച്ചുമക്കൾ ഒരു സംസ്കാരമാക്കി സെൽഫ് ക്വാറന്റൈൻ എന്ന ആശയം വികസിപ്പിക്കണം. കൊറോണ എന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ കിടക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്തുക എന്നാണ് പറയേണ്ട അർത്ഥം. കൈ തൊട്ട് കൈ മുഴുവൻ സോപ്പിട്ട് കഴുകുകയും അത് സാനിറ്റൈസർ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുകയും മാസ്ക് ധരിക്കുകയും മറ്റുള്ളവരിൽ നിന്നും പരമാവധി അകലം പാലിക്കുകയും ചെയ്ത് പരിസര ശുചിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഭക്ഷണ രീതി വളരെ കൃത്യമായി നന്നായി പരിപാലിച്ചുകൊണ്ട് ഈ വ്യക്തി ശുചിത്വം പാലിക്കാൻ നമുക്ക് പറ്റും. ഇതൊരു സംസ്കാരമാകണം. പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടിയുടെ ഉദാത്തമായ സംസ്കാരമായിട്ട് മാറണം. ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഇതെല്ലാം പാഠപുസ്തകങ്ങളിലുണ്ട്. അത് ജീവിതാനുഭവമായി ബന്ധിപ്പിക്കുവാനാണ് നമ്മൾ ഈ പാഠ്യപദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓൺലൈൻ പഠനം ജനകീയ പഠനം തന്നെയാണ്. അത് സ്കൂളുകളെ മാറ്റി നിർത്തിയുള്ള പഠനമല്ല, അധ്യാപകരെ അകറ്റി നിർത്തിയുള്ള പഠനമല്ല. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആവാസ വ്യവസ്ഥയിലെ കാലത്തിൻ്റെ പരിമിതിക്കനുസരിച്ചിട്ടുള്ള പുതിയൊരു സജീവതയാണ്. ഇതിനുശേഷം നമുക്ക് തിരിച്ച് സ്കൂളിൽ ഒന്നു ചേരാവുന്ന അവസരം ഉണ്ടാവും. നമ്മൾ ഈ പ്രശ്നത്തെ അതിജീവിക്കും, സംശയം വേണ്ട. അന്ന് ഈ അനുഭവം കൂടിച്ചേർത്ത് പുതിയൊരു സജീവത ക്ലാസ് മുറിയിൽ നമുക്കുണ്ടാക്കാം. അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പുതിയ തലമായിരിക്കും. ഏതായാലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മളെ മക്കളെ ഉയർത്താൻ ഏത് തരത്തിലും നമ്മൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ വിദ്യാഭ്യാസത്തെ മനസ്സിൽ ഏറ്റെടുക്കണം. കുറവുകൾ ചൂണ്ടിക്കാണിക്കണം. പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുകയും വേണം. എല്ലാവരും നമ്മുടെ എല്ലാ കൊച്ചുമക്കൾക്കും ഈ ഓൺലൈൻ പഠന സാധ്യത ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വയ്ക്കുകയും പരമാവധി തൻ്റെ നാട്ടിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. എങ്കിൽ ജനകീയ വിദ്യാഭ്യാസം മറ്റൊരു അർത്ഥത്തിൽ കൂടി വിജയിക്കും. അപ്പോൾ ഇതുവരെ നമുക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഓൺലൈൻ പഠനത്തിന് വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ അച്ഛനമ്മമാരും ഒരുങ്ങണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.